തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക കൊടുത്തു തുടങ്ങിയില്ല, വോട്ടിട്ടില്ല, വോട്ട് എണ്ണിയില്ല. പക്ഷേ പരാജയപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയവും പരാജയപ്പെട്ടു പോയ ഒരു നേതാവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് PV അൻവറാണ്. നിങ്ങൾ ഒരുപാട് ഞങ്ങളോട് വിലപേശി ഞങ്ങളെ വിരട്ടാൻ നോക്കണ്ട എന്നുള്ള കാര്യത്തിൽ നിലപാടെടുത്ത് അതിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഒരുപാട് പഴി കേട്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് എല്ലാം ശരിയായിരുന്നു. ചേലക്കരയിൽ എന്തുകൊണ്ട് LDFിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം UDFിന്റെ സംഘടനാ സംവിധാനത്തിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വലിയ തോതിൽ വോട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ ജയിച്ചിരുന്നെങ്കിൽ അത് സർക്കാർ വിരുദ്ധതയുടെ മുഖ്യ തെളിവായി UDFിന് മുന്നോട്ട് വെക്കാൻ കഴിയുമായിരുന്നു എന്ന് ഉള്ളിൽ തന്നെ പറയുന്നുണ്ട്. അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇതിപ്പോൾ ഇടത് സിറ്റിംഗ് സീറ്റാണ്. അവിടെ PV അൻവർ അടക്കമുള്ളവർ മാറി തിരിച്ചു വന്നതാണ്. അവിടെ UDFിന് വോട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശ സ്ഥാപനങ്ങളടക്കം വോട്ടുണ്ട്. അവിടെ കുത്തകയാണ്, തങ്ങളുടെ കുത്തകയാണെന്ന് അവർ ഉറപ്പിച്ചു വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് കൊടുക്കേണ്ടി വരുന്ന ഒരു വലിയ വില UDFിന് സ്വാഭാവികമായും ഉണ്ടാകും. അത് കൊടുക്കാതിരിക്കാനുള്ള പരിശ്രമം അവിടെയുണ്ട്. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് സംബന്ധിച്ച് കോൺഗ്രസിന് മറ്റ് ഈ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു സ്കില്ലുണ്ട്. അതൊരു കാണിച്ചിട്ടുണ്ട്. അത് സതീശിന്റെ നേതൃത്വത്തിലാണെങ്കിലും മറ്റുള്ളിടത്തൊക്കെ ആണെങ്കിലും. പക്ഷേ ഇത്തവണ പുറത്ത് കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴാണ് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാവുക. ഇത് പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ സമയത്ത് ഇത്ര മനോഹരമായത് ഡീൽ ചെയ്ത രണ്ടാളുകൾ, ഒന്ന് ആര്യാടൻ ഷൗക്കത്ത്, ഒന്ന് VS ജോയ്, രണ്ടുപേരും ഒരൊറ്റ വാക്ക് അങ്ങോട്ടും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. വളരെ മനോഹരമായ പ്രഖ്യാപനം നടത്തുന്നു. ഈ സംവിധാനത്തിന് പുറത്തു നിൽക്കുന്ന ഒരാളുടെ പേരിലായിരുന്നു മുഴുവൻ പൊട്ടിത്തെറികളും ഉണ്ടായത്. അതിന്റെ പേരിൽ ഈ ജൂൺ 23-നാണ് റിസൾട്ട് വരിക. ഇന്നിപ്പോ സ്വരാജിനെയും കൂടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ മത്സര ചിത്രം തെളിഞ്ഞു എന്ന് പറയാം. ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി വരുമോ, അത് ആര് വരും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷേ അതെ, CPMന്റെ സ്വരാജ് അവിടെ നിൽക്കുന്നു, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആര്യാടൻ ഷൗക്കത്ത്. ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക കൊടുത്തു തുടങ്ങിയില്ല, വോട്ടിട്ടില്ല, വോട്ട് എണ്ണിയില്ല. പക്ഷേ പരാജയപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയവും പരാജയപ്പെട്ടു പോയ ഒരു നേതാവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് PV അൻവറാണ്. അതായത് PV അൻവർ ആർക്കെതിരെയാണോ ഈ വലിയ രാഷ്ട്രീയ പോരാട്ടം നടത്തിയത്, 2016-ൽ അത് ആര്യാടൻ കുടുംബത്തിനെതിരെ, അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തുമായി മത്സരിച്ച് ആര്യാടൻ ഷൗക്കത്തിനെയും തോൽപ്പിക്കുന്നു. സ്വന്തം കയ്യിലിരുന്ന മത്സരിച്ച് ജയിച്ച ആ MLA സ്ഥാനം എറിഞ്ഞു കളഞ്ഞിട്ട് അവിടെ പുതിയൊരു തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കി. ഏറ്റവും അവസാനം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതാരാണ്? ആർക്കെതിരെ? അതായത് ആര്യാടൻ കുടുംബത്തിനെതിരെ പോരാടി ആര്യാടൻ കുടുംബത്തിലെ പിൻതലമുറക്കാരൻ, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച അതേ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ വന്നു. എന്നിട്ട് അവിടെ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും അവസാനം റിസൾട്ട് വരുമ്പോൾ ജയിച്ചാലും തോറ്റാലും എന്താണെങ്കിലും ഇതിനകത്ത് എനിക്കൊരു പ്രധാനപ്പെട്ട സ്വാധീനമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള സുവർണാവസരം പോലും കളഞ്ഞു കുളിച്ച നേതാവാണ് ശരിക്കും പറഞ്ഞാൽ PV അൻവർ. ഇത് PV അൻവറിന് ഒരു രാഷ്ട്രീയവുമില്ല, ഒരു തന്ത്രവുമില്ല. ശരിക്കും UDF ഇതിനകത്ത് എടുത്ത നിലപാടുണ്ടല്ലോ, UDF കോൺഗ്രസ് എടുത്ത നിലപാട്, നിങ്ങൾ ഒരുപാട് ഞങ്ങളോട് വിലപേശി ഞങ്ങളെ വിരട്ടാൻ നോക്കണ്ട എന്നുള്ള കാര്യത്തിൽ നിലപാടെടുത്ത് അതിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഒരുപാട് പഴി കേട്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് എല്ലാം ശരിയായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഇത് PV അൻവർ സ്വന്തമായി മത്സരിക്കാൻ തീരുമാനിച്ചാലോ അതല്ലെങ്കിൽ UDFിനെ എതിർത്താലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുപക്ഷെ UDFിന് തിരിച്ചടി ഉണ്ടാകുമായിരിക്കും. നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. തിരിച്ചടി ഉണ്ടായാൽ പോലും ചില നിലപാടുകൾ എന്ന് പറയുന്നത് അത് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ടവരോട് എടുക്കേണ്ടതാണ് എന്ന് കാണിക്കുക കൂടി ചെയ്യേണ്ടതാണ്. അതുകൂടിയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ഈ സ്ഥാനാർത്ഥി പറ്റില്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പറഞ്ഞു ഈ സ്ഥാനാർത്ഥി പറ്റില്ല എന്ന്. അങ്ങനെ UDFിനോട് കോൺഗ്രസ് സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പറ്റില്ല, എന്നോട് ചോദിക്കണം എന്ന നിലയെടുത്ത് പോകുന്നിടത്തൊരു അപക്വതയുണ്ട്. അങ്ങനെ അത് പ്രകടിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പുറത്തുനിന്ന് ഒരാളാണ് തീരുമാനമെടുക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന സാഹചര്യം. ആ നിലപാടെടുത്തിട്ടാണ് നിലയില്ലാ കയത്തിലേക്ക് അൻവർ വീണത്. ഇപ്പോൾ അവിടെ നിന്ന് പിടിച്ചു കയറാൻ കിട്ടിയിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പാണ് യഥാർത്ഥത്തിൽ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം.